അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്തിൻ്റെ സേവ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും
കർത്താവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ച സുവിശേഷം എനിക്ക് വേറിട്ട ഒരു ചിന്തയാണ് തന്നത്. അതായത് ദൈവം ഈ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ. അപ്പോൾ ദൈവം തിരിച്ചറിയൽ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരം തിരിച്ചറിയൽ കാർഡാണത് ഉള്ളത്. എന്നിട്ട് ഈശോ പറഞ്ഞത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ലൂക്ക 6:44 ഇതിന്റെ ഒരു വിശദാംശങ്ങളുണ്ട്. പറഞ്ഞ വായിച്ച ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആൾക്കാരുടെ സ്വഭാവത്തിൽ മിക്സഡ്. ചില കാര്യത്തിൽ നല്ലതായിരിക്കും, ചില കാര്യത്തിൽ മോശമായിരിക്കും. ഇപ്പം ചില ആൾക്കാർ നമ്മൾ ഇൻട്രൊഡ്യൂസ് പറയുമ്പോൾ നമ്മൾ പറയും നല്ല ഭൂതദയുള്ള ആളാണ്, വിനയമുള്ള ആളാണെന്നൊക്കെ പറയും, നമുക്ക് കൊണ്ടു നടക്കാമെന്നൊക്കെ പറയും. പക്ഷെ വേറൊരാൾ പറയും അവനെ അടുപ്പിക്കാൻ കൊള്ളാതെന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ എന്താ കാണുന്നത്? ഒരു വൃക്ഷത്തിൽ തന്നെ പലതരം പഴങ്ങളാണ്. വിഷപ്പഴങ്ങളും ഉണ്ട്, വിശപ്പിന് പറ്റിയ പഴങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, പകുതി കൊള്ളാം പകുതി കൊള്ളത്തില്ല, അങ്ങനെ ഒരു സാധനം സുവിശേഷം അഡ്മിറ്റ് ചെയ്യണില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സംസാരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ നോയ് ആയിരിക്കണം എന്ന് ഈശോ പറയും. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ യെസ് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ഇതിൻ്റെ വെളിയിലുള്ള സംഭവങ്ങൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇപ്പൊ അതായത് പാതി നന്മയും പാതി തിന്മയും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സത്യസുവിശേഷവും സത്യദൈവവും ഉൾക്കൊള്ളുന്നില്ല. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 20ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അർത്തുങ്കലിൽ നിന്നുള്ള മറിയാമ്മ സെബാസ്റ്റ്യൻ എന്ന മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് മറിയാമ്മ സെബാസ്റ്റ്യൻ. ഇത് എൻ്റെ അമ്മച്ചിയാണ്, ത്രേസ്യാമ്മ വർഗീസ്. ഞങ്ങൾ അർത്തുങ്കൽ ബസിലിക്ക ഇടവാംഗങ്ങളാണ്. ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ഈ മകള് സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി. ഞങ്ങൾ 10-75 ദിവസം 2-3 ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു. അമ്മച്ചി ഫുൾ ബെഡിലായി പോയായിരുന്നു. മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് 10-40 ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത്. പിന്നീട് ഡോക്ടർ ഓപ്പറേഷന് നിർദ്ദേശിച്ചു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു ക്യാൻസർ സംശയവും കൂടി ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൂടാതെ MRI സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഈ മകള്
ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ നയിക്കുന്ന മരിയൻ ഉടമ്പടി ആരാധന ഈ അമ്മയ്ക്ക് മൊബൈലിൽ വെച്ചു കൊടുത്തും ഒപ്പം തന്നെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടും വീണ് കിടപ്പിലാകും, അതായത് ഈ നട്ടല് തകർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എഴുന്നേക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ നിന്ന് ഓപ്പറേഷനിലൂടെ ഈ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും. നമ്മുടെ ഒരു സാക്ഷ്യ വിശകലനത്തിൻ്റെ ഭാഗം ഇതല്ല. അപ്പോൾ ഈ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഈ മകള് സാക്ഷ്യം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന ഈ മകൾ, അതായത് മറിയാമ്മ സെബാസ്റ്റ്യൻ എന്ന മകൾക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 5ാമത്തെ വാരിയലിന് പൊട്ടലുണ്ട്. അങ്ങനെ 5ാമത്തെ വാരിയല് തകർന്നു പോകുന്ന ഒരു വലിയൊരു ആക്സിഡൻറ്റ്. ഈ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് ഈ മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് ഉറപ്പായിട്ടും പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം, ഇത് ഒരു സീരിയസ് വിഷയമാണ്, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ പറ്റില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ ഇത് ആശുപത്രിയിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. ഈ മകള് അപ്പോൾ തീരുമാനമെടുത്ത ഇപ്രകാരമാണ്. പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിൽ പോലും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞാൽ ഞാനിത് അനുസരിക്കും. ഈ ഡോക്ടർ പറയുന്നത് ദൈവിക തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെയാണ് ഈ മകള് ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു 12 പേരോളം ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിൽ ഒരു സഹോദരി മരിയൻ ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ ഈ അമ്മ, അതായത് ഈ മറിയാമ്മയുടെ അമ്മ ഈ മകളെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞിട്ടും നീ എന്ത് കണ്ടുകൊണ്ടാണ് നീ വീട്ടിൽ പോകുന്നത്, എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരം പറയും എന്നുള്ള രീതിയിൽ ഈ മകളെ കുറ്റപ്പെടുത്തി അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മരിയൻ ഉടമ്പടി എടുത്ത ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റിലുണ്ടായിരുന്ന വ്യക്തി ചോദിച്ചു എന്താണ് വിഷയം. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ പറയുന്നു, വാരിയിൽ 5ാമത്തെ വാരിയിൽ പൊട്ടിയിരിക്കുവാണ്. ഈ മകളോട് ഇങ്ങനെ ഡോക്ടർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടും ഇവള് വീട്ടിൽ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അമ്മ, ഈ മരിയൻ ഉടമ്പടി എടുത്ത സഹോദരി പറയുന്നു. അപ്പോൾ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു. നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ, അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. വീണ്ടും ഇവർ തിരിച്ചിറങ്ങി അവിടെ കസേരയിലിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ വീണ്ടും പാസ് ചെയ്തു പോവുകയാണ്. ഈ സഹോദരി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. അപ്പോൾ ഈ മറിയാമ്മ എന്ന സഹോദരി ഈ പറഞ്ഞ അമ്മയോട് ചോദിക്കും, ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ, ചേച്ചി ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ സാരിയുടെ ഇടയിൽ നിന്ന് ഉടമ്പടി കാശിരും ഉയർത്തി പിടിച്ച് കാണിച്ചുകൊണ്ട് പറയും, അമ്മ മാതാവാണ് എന്നെ നയിക്കുന്നത്, ഞാൻ മരിയൻ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ ഇതൊരു ചോദ്യം ഉത്തരം ഉള്ള ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. തുടർന്ന് സംഭവിക്കുന്നത് പ്രകാരമാണ്. ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ മകൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം, 1 സ്പൂൺ കഞ്ഞി ഇറക്കിയാൽ പോലും തൊണ്ടയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ മകൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു. അങ്ങനെ കൃപാസനം ഹീലിംഗ് പ്രയർ എന്ന് അടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ്റെ പ്രയർ അവിടെ ടൈം ലൈനിൽ വന്നു. ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നു എന്ന്. അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളത് കൊണ്ടാണ് ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങാത്തതെന്ന്. ഈ മകൾക്കും ഇതേപോലെ തന്നെ തൊണ്ടയിൽ കെട്ടി താഴോട്ട് ഇറങ്ങാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഈ മകളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഭക്ഷണം 5 മിനിറ്റിനുള്ളിലാണ് യൂറിൻ പുറത്തു പോകാതെ, അതായത് ബ്ലാഡറിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഹീലിംഗ് പ്രയർ കൂടുന്നതിന് തൊട്ട് മുമ്പ് ഈ സഹോദരി പറയുന്നുണ്ട്, കടുത്ത ചുവന്ന നിറത്തോടുകൂടിയുള്ള യൂറിനാണ് പാസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ പ്രാർത്ഥന കൂടിക്കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടുള്ള യൂറിൻ, നോർമൽ യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ വെള്ളം കുടിച്ചപ്പോൾ തൊണ്ടയിൽ കെട്ടി നിൽക്കാതെ ഈ വെള്ളം ഇറങ്ങി. അപ്പോൾ അതും ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖവുമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ സന്ദേശവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ തൊണ്ടയുടെ ആ ഒരു തടസ്സമൊക്കെ ഈ മകൾക്ക് മാറിക്കിട്ടിയെന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വാരിയൽ തകർന്ന് കിടക്കുന്ന ഈ മകളോട് പരിശുദ്ധാത്മാവ് ആശുപത്രിയിൽ കിടക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഡോക്ടറിലൂടെ തന്നെ ഈ മകൾക്ക് ബോധ്യം കിട്ടുകയാണ്. ഡോക്ടർ പറയും, എങ്ങാനും ഈ വാരിയല് നിങ്ങളുടെ ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറി അത് ശ്വാസകോശത്തിൽ ഏറ് നിറഞ്ഞ് അത് വലിയൊരു കോംപ്ലിക്കേഷനായിട്ട് തീർന്നാൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ഒരു ഗുരുതരമായ അവസ്ഥയായിരുന്നു നിങ്ങളുടേത്.
അപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ഒരു മരിയൻ ഉടമ്പടി എടുത്ത വ്യക്തിയിലൂടെ ദൈവം സംസാരിപ്പിച്ചാണ് ഈ മകളെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷവും ഈ മകൾക്ക് സ്പൈറോമീറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ വാരിയലൊക്കെ പൊട്ടിയിരിക്കുന്നത് കാരണം ഈ ശ്വാസം എടുക്കാനൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ഈ മകൾക്കുണ്ടായിരുന്നു. അപ്പോൾ സ്പൈറോമീറ്ററിൽ ഒരു ബോള് പൊങ്ങും, രണ്ടാമത്തെ ബോള് പകുതിയേ പൊങ്ങുള്ളൂ, മൂന്നാമത്തെ ബോള് ഒന്നും ഒരു അനക്കവും ഇല്ല. ഇങ്ങനെയായിരുന്നു ഈ മകളുടെ ശ്വാസകോശത്തിൻ്റെ അവസ്ഥ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. പിറ്റേ ദിവസം മുതൽ ഈ മകൾ 3 ബോളും ഈ സ്പൈറോമീറ്ററിൽ പൊങ്ങാൻ തുടങ്ങി. അതും വലിയൊരു സമയബന്ധിതമായിട്ടുള്ള ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന വഴി ലഭിച്ച വലിയൊരു സൗഖ്യമാണ്. ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ പറയുന്ന മറ്റൊരു വിഷയം, അതാണ് സാക്ഷ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം. അതായത് ഇങ്ങനെ വാരിയലൊക്കെ പൊട്ടി ഗുരുതരമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വേദന മുഴുവനും ഞാൻ കാഴ്ചവെച്ചത് ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് അത് കഴിഞ്ഞ് വീണ്ടും 1.5 ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ഞാൻ വാരിയൽ പൊട്ടിയതിൻ്റെ വേദനയെല്ലാം നല്ല വേദനയായിരുന്നു. ആ വേദനയെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിനെ കാഴ്ചവെച്ചത്. ഇങ്ങനെ വലിയൊരു ദൈവിക നിയോഗത്തിന് വേണ്ടി ഈ ഒരു സഹനം കാഴ്ചവെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു വലിയ വെളിപ്പെടുത്തൽ ഈ മകൾക്ക് നൽകുകയാണ്. 2017 കൃപാസനത്തിൽ ഉണ്ടായിരുന്ന മരിയൻ കൃപാഭിഷേക ധ്യാനം, ആ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മകളെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പരിശുദ്ധാത്മാവ് തന്നെയായ പരിശുദ്ധ മറിയമ്മേ, അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു ഭ്രൂണമായി സ്വീകരിക്കണമേ. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്നെ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. ഇതായിരുന്നു ആ പ്രാർത്ഥന. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന, ഒത്തിരിയേറെ അർത്ഥമുള്ളൊരു പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥന അന്ന് കൃപാസനം മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നൽകിയൊരു പ്രാർത്ഥനയുടെ ആന്തരിക അർത്ഥം ഈ മകൾക്ക് ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു വലിയ സഹനാവസ്ഥയിലൂടെ കടത്തി വിട്ടുകൊണ്ടാണ്. അത് ഈ മകൾ പറയുന്നുണ്ട്. 2025 ജനുവരി മാസം കൃപാസനം മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതായത് മരിയൻ ഉടമ്പടി എടുക്കുന്ന നാം എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി ജനിപ്പിക്കപ്പെടുന്നവരാണ്. അതായത് ആത്മാവിൽ വീണ്ടും ജനിക്കുന്നവരാണ്. ഉടമ്പടിയുടെ ആത്മാവാൽ വീണ്ടും ജനിക്കുന്നവരാണ്. ഇങ്ങനെ വീണ്ടും ജനിച്ചതിന് ശേഷം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ, അതായത് നമ്മുടെ മരണം സമീപിക്കുമ്പോഴാണ് നമ്മുടെ ഈ ആത്മാവിനെ ദൈവമാതാവ് ഈശോയ്ക്ക് കൈമാറുന്നത്. അതാണ് ഈ മകളെ ദൈവപിതാവ് പഠിപ്പിച്ചു കൊടുത്തത്. അതായത് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈശോയുടെ മടിയിൽ എന്നെ പ്രസവിപ്പിക്കണമേ എന്ന്. വലിയൊരു പഠിപ്പിക്കലാണ്. സുവിശേഷത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വചനഭാഗം ഉള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല എന്ന്. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന്. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടെ നിന്ന് നൽകി. അവർ ജനിച്ചിരിക്കുന്നത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ജനിക്കുവാനുള്ള, വീണ്ടും ഒരു ജനനത്തിനുള്ള ഒരു സാധ്യതയാണ് മരിയൻ ഉടമ്പടി എന്നാണ് ഈ മകൾക്ക്, മറിയാമ്മ എന്ന മകൾക്ക് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി, ഒരു കുഞ്ഞായി ജനിക്കപ്പെടാനുള്ള വലിയൊരു സാധ്യതയാണ് മരിയൻ ഉടമ്പടിക്കുള്ളത് എന്നാണ് ഈ മകൾക്ക് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് ആത്മാവിലുള്ള പുതിയ ജനനത്തിലേക്കുള്ള വലിയൊരു സൂചനയാണ്. അത് പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ഒരു ആത്മാവുണ്ട്. ദൈവപിതാവിൻ്റെ പദ്ധതി ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച ഒരു കൃപയുടെ ആത്മാവുണ്ട്. ആ ആത്മാവിനാൽ നിറയപ്പെടാനാണ് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്
എന്നുള്ള ഒരു അർത്ഥം കൂടി ഈ മകള് പങ്കുവയ്ക്കുന്നുണ്ട്. വലിയൊരു ദൈവിക വെളിപാടാണിത്. വീണ്ടും ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു സ്പോൺസർ ഇവരുടെ ഭവനത്തിൽ സന്ദർശിക്കുന്നുണ്ട്. അവിടെ സ്പോൺസറിനെ ഇവർ കൃപാസനത്തിൽ കൊണ്ടുവന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ ഈ സ്പോൺസറിനോട് പറയും. തുടർന്ന് പിറ്റേ ദിവസം ഡിസംബർ 8-ാം തീയതി ഈ കുടുംബത്തിന് ഈ സ്പോൺസർ ഒരു ഇന്ദ്രനീല മോതിരം കൈമാറുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ദൈവമാണ് നിങ്ങളെയും എന്നെയും കണ്ടുമുട്ടിച്ചത്, ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മോതിരം കൈമാറുന്നത്. അപ്പോൾ ഒരു ഇന്ദ്രനീലം എന്നുള്ള ഒരു വാക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് ഒത്തിരി സുപരിചിതമായിരിക്കും. കാരണം നമ്മുടെ ഉടമ്പടി ബുക്കിൽ നീലത്തിരിയുടെ ഭാഗത്ത് ഈ ഒരു ബൈബിൾ വാക്യം നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത് പുറപ്പാട് 34:10 തിരുവചനം. അവിടെ ഉടമ്പടി ഉറപ്പിക്കുന്ന വചനഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു എന്നും ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദത്തിൻ്റെ കീഴിൽ കാണപ്പെട്ടു എന്നും നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മരിയൻ ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് ദൈവത്തിൻ്റെ പാദത്തിൻ്റെ അടിയിൽ കാണുന്ന ഒരു ദർശനത്തിലേക്ക് ഈ ഒരു മോശയെയും അഹറോനെയും കൂടെയുള്ള 70 ശ്രേഷ്ഠന്മാരെയും മലമുകളിലേക്ക് നയിക്കപ്പെടുമ്പോൾ ദൈവപിതാവിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടാവും. അപ്പോൾ ഇന്ദ്രനീലം എന്നുള്ള ആ ഒരു കളറ് ഒപ്പം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ദൈവാനുഭവം കൂടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ഞാൻ അടുത്തതായിട്ട് 3-ാമത്തെ ഭാഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മളെല്ലാവരും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവമാതാവിൻ്റെ പ്രത്യേകത, ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടുമുട്ടിയവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കൈമാറിയ ഒരു വ്യക്തിയാണ് ദൈവമാതാവ്. അത് പരിശുദ്ധ ദൈവമാതാവ് മംഗളവാർത്ത സന്ദേശം സ്വീകരിച്ച ആ ഒരു സമയം മുതൽ ദൈവമാതാവിൻ്റെ യാത്ര പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. എലിസബത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിക്കുന്ന ദൈവമാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മറിയത്തിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അപ്പോൾ ഈ ഒരു സാധ്യത മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കാരണം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഒരുപാട് ആയുധങ്ങളുമായിട്ടാണ് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. എന്താണ് ആ ആയുധങ്ങൾ? കൃപയാൽ നിറയപ്പെടാൻ, വീണ്ടും ഒരു ജനനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സാമീപ്യം കൊണ്ട് നിറയപ്പെടാൻ സാധ്യതയുള്ള അപ്പോസ്തല അധികാരം വഴി ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയിൽ ലഭിച്ച കൃപ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ഒരുപാട് ഉടമ്പടി നേർച്ചവസ്തുക്കളുമായിട്ടാണ്, ആയുധങ്ങളുമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ യാത്രയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഉടമ്പടി നേർച്ചവസ്തുക്കളെല്ലാം വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഒരിക്കലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൈമാറ്റം ചെയ്യരുത്. കാരണം നിങ്ങളെയാണ് ഇവിടെ നിന്ന് അഭിഷേകിച്ച് മരിയൻ ഉടമ്പടി പ്രഖ്യാപനത്തിലൂടെ, നമ്മുടെ തന്നെ സ്വയം സമർപ്പണത്തിലൂടെ ആ ഒരു അധികാരം നമ്മൾ ആർജിച്ച്, ശക്തി ആർജിച്ച് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ നേർച്ച വസ്തുക്കൾ ദൈവനാമത്തിൽ ഈശോയുടെ മഹത്വത്തിനായി, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കഴിവല്ല, റോമ 10:9 അനുസരിച്ച് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് പ്രയോഗിക്കുമ്പോൾ വലിയ അടയാളങ്ങളാണ്, ഒരു വീണ്ടും ജനനമാണ് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരുപാട് മക്കളാണ് പ്രതിദിനം ഇത്തരത്തിൽ അനുഭവം ലഭിച്ച കുടുംബങ്ങളുമായി വന്ന്
ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സാക്ഷ്യം നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്, നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് കൃപാസനം പത്ര പ്രേഷിത പ്രവർത്തനം. ഒരുപാട് മക്കളാണ് വേദനിച്ച് ചങ്കുപൊട്ടിയിരിക്കുന്ന അനേകം മക്കളാണ് ഈ ഒരൊറ്റ കൃപാസനം പത്രം വഴി ദൈവപിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാത്സല്യവും യേശുവാകുന്ന രക്ഷ അനുഭവവും കണ്ടെത്തി ഇവിടെ വർദ്ധിച്ച സന്തോഷത്തോടെ വന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളെയും ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് മരിയൻ ഉടമ്പടിയിലേക്ക് ദൈവപിതാവ് തിരഞ്ഞെടുത്ത് ചേർത്തിരിക്കുന്നത്. ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. കാരണം ആരോ കൊണ്ടുവച്ച പത്രങ്ങളാണ് എന്നെയും ഈ ഒരു കൃപാസനമാലയത്തിൽ 2012 എത്തിച്ചത്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 4ാം വർഷം BS നഴ്സിംഗ് പഠിക്കുന്ന സമയം മുതൽ എൻ്റെ കയ്യിൽ എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് എനിക്ക് കൃപാസനം പത്രം കിട്ടുമായിരുന്നു. അപ്പോൾ ആ പത്രം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എഡിറ്റോറിയൽ വായിക്കുന്നത് വല്ലാതെ ആന്തരിക സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് ജീവിതത്തിൻ്റെ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഈ സഹനങ്ങൾക്കപ്പുറം വലിയ മഹത്വം ലഭിക്കാനിരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യവും ആ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടിയത് ഈ കൃപാസനം പത്രത്തിൽ നിന്നാണ്. അതുപോലെ നമ്മളും വേദനിക്കുന്ന അനേകം മക്കളിലേക്ക് ഈ ഒരു കൃപാസനം പത്രവുമായിട്ട് ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഈ പത്രവുമായി കടന്നു ചെല്ലുമ്പോൾ, അനേകം മക്കളുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു പത്രവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും ഈ ഒരു വീണ്ടും ജനനം, ആത്മാവിലുള്ള ഒരു വീണ്ടും ജനനവും സാധ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനാണ്. ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന വിഷയം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഇതിനു മുമ്പ് ഞാൻ അൾത്താരയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഒരു വലിയ സാക്ഷിയാണ് ഓർമ്മ വരുന്നത്. ഒരു മകള് ഇതുപോലെ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ മകൾക്കൊരു പ്രേരണ വരികയാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് പോകണം. അപ്പോൾ ഈ മകള് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയോട് പറയും, ഞാൻ ഇതേപോലെ മാതാവ് പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ശകാരിച്ചെങ്കിലും പരിശുദ്ധമ്മ ശക്തമായ ഒരു പ്രേരണ കൊടുക്കുന്നതുകൊണ്ട് ഈ മകൾ നേരെ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇവർ കൃപാസനം പത്രമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ പത്രമെല്ലാം വിതരണം ചെയ്തതിന് ശേഷം ഒരു അമ്മയെ കണ്ടുമുട്ടുകയാണ്. ആ അമ്മയുടെ ഭർത്താവ് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് മെഡിസിൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്തു പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ ഈ അമ്മയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഈ അമ്മ ഉടമ്പടി എടുത്ത ആളായിരുന്നു. അപ്പോൾ മരിയൻ ഉടമ്പടി കാശ് രൂപ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദൈവിക ഇടപെടലുണ്ടാകണമേ എന്ന്. പരിശുദ്ധ ദൈവമാതാവ്, ഇവിടെ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവ് ഈ സഹോദരിയെ, ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്ന സഹോദരിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട്. നീ അവിടെ ചെല്ലണം, എൻ്റെ മകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ മകൾക്ക് വേണ്ടതെല്ലാം, ആ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ മകൾ തിരിച്ചു പോരുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ, നമ്മുടെ അപ്പോസ്തലന്മാരുടെ സുവിശേഷ മുന്നേറ്റങ്ങളിലെല്ലാം, സുവിശേഷ പ്രവർത്തനങ്ങളിലെല്ലാം ഈ ആത്മാവിൻ്റെ വലിയ ഇടപെടൽ നമ്മൾ വായിക്കുന്നുണ്ട്. വേറെ പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം ആണ്. അവിടെ ത്രോവാസിലെ ദർശനം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഭാഗത്തിൽ പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും ഏഷ്യയിലേക്ക് പോകാൻ ഭാവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. വീണ്ടും അവർ ബിഥീനിയയിലേക്ക് പോകാൻ നേരത്ത് അവിടെയും പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഈ ത്രോവാസിൽ വെച്ച് പൗലോസ് അപ്പോസ്തലന് ഒരു ദർശനം ഉണ്ടാവുകയാണ്, ഒരു മെക്കദോനിയക്കാരൻ്റെ ദർശനം. ദർശനത്തിൽ മെക്കദോനിയക്കാരനായ ഒരുവൻ പൗലോസിനോട് പറയുകയാണ്, ഞങ്ങളെ ഇവിടെ വന്ന് സഹായിക്കുക എന്ന്. അങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും അങ്ങോട്ട് പുറപ്പെടുകയാണ്. മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും നടപടികൾ ഇപ്രകാരമാണ്. ആത്മാവിൽ പ്രേരിപ്പിക്കപ്പെട്ടാണ് നമ്മൾ ഓരോരോ നിബന്ധനകളും, മരിയൻ ഉടമ്പടി നിബന്ധനകൾ ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഈ പറഞ്ഞതിലൂടെ അർത്ഥമാക്കിയത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മളെ ദൈവപിതാവ് വലിയൊരു പദ്ധതിയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ളൊരു അവബോധത്തിൽ നമുക്ക് ആദ്യം തന്നെ ആയിരിക്കാം. ഈ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയിലൂടെ അനേകം പേരിൽ ഈശോയെ, ഈ മരിയൻ ഉടമ്പടിയിലൂടെ, ഈ മറിയാമ്മ സെബാസ്റ്റ്യന് ലഭിച്ച വെളിപാടിലൂടെ നീ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെയും ഒരു ഭ്രൂണമായി ജനിപ്പിക്കണമേ. അനേകം പേരിലേക്ക് ക്രിസ്തു കൈമാറ്റം ചെയ്യുവാൻ തക്ക വിധത്തിലുള്ള ഒരു പുതിയ ജനനം
ആത്മാവിലുള്ള ഒരു പുതിയ ജനനം നൽകി ഈ ഒരു ഉടമ്പടി ശുശ്രൂഷയിലൂടെ ഏറെ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഓറക്കിൾസ് എന്ന ഈ പ്രത്യേക എപ്പിസോഡിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി നീ തിരഞ്ഞെടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ മിഷനറി യാത്രയിലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ നിൻ്റെ സാന്നിധ്യം പ്രത്യേകമായിട്ട് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ നയിക്കപ്പെട്ടവരായി മാത്രം ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോ പദ്ധതികളെയും നീ പൂവണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ
കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ.
രണ്ടാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ
മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും